കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സമസ്ത, ആ സമസ്തയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തർക്കം രൂപപ്പെട്ടിട്ടുണ്ട്. ഇരു വിഭാഗങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരാണ്, മറ്റൊരു വിഭാഗം മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരാണ്. ഈ തർക്കം പരിഹരിക്കാൻ കഴിയും എന്നാണ് സമസ്തയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി സമവായ ചർച്ച നടന്നു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ. ആ യോഗത്തിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ മാത്രമാണ് പങ്കെടുത്തത്, എതിർക്കുന്നവർ പങ്കെടുത്തില്ല. മുഷാവറ യോഗം കഴിഞ്ഞതിന് ശേഷം മതി ഇത്തരം സമവായ ചർച്ച എന്ന നിലപാടാണ് മുസ്ലിം ലീഗിനെ എതിർക്കുന്നവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. പിന്നീടാണ് മുഷാവറ യോഗം ചേർന്നത്. മുഷാവറ എന്ന് വെച്ചാൽ സമസ്തയുടെ ഏറ്റവും ഉയർന്ന ബോഡിയാണ്, ഉന്നതാധികാര സമിതി എന്നൊക്കെ പറയാം. സമസ്തയെ നയിക്കുന്നവരാണ് അതിൽ പെട്ടവർ. അവിടെയാണ് ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ആ യോഗം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരികയും സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇറങ്ങിപ്പോകേണ്ടി വന്നു അദ്ദേഹത്തിന്. അത്രമാത്രം രൂക്ഷമായ ഏറ്റുമുട്ടൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായി എന്നാണ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സമസ്ത മുഷാവറയിൽ നേതാക്കൾ തമ്മിൽ വാക്കേറ്റം. ഉമർ ഫൈസി മുക്കത്തെ ചൊല്ലിയുള്ള ചർച്ചയ്ക്കിടെയാണ് ചൂടേറിയ വാക്ക് തർക്കമുണ്ടായത്. ഉമർ ഫൈസിയെ കുറിച്ചുള്ള ചർച്ചയായതിനാൽ അദ്ദേഹം മാറി നിൽക്കണമെന്ന് ജിഫ്രി തങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് അംഗീകരിക്കാൻ ഉമർ ഫൈസി തയ്യാറായില്ല. പ്രസിഡന്റ് പറഞ്ഞത് അംഗീകരിക്കണമെന്ന് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞപ്പോൾ നിങ്ങൾ കള്ളന്മാർ പറയുമ്പോൾ മാറി നിൽക്കാനാവില്ല എന്നായിരുന്നു ഉമർ ഫൈസിയുടെ മറുപടി. അപ്പോഴാണ് എല്ലാവരും കള്ളന്മാരെന്ന് പറയുമ്പോൾ താനും കള്ളനാണോ എന്ന് ചോദിച്ച് ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. തുടർന്ന് വൈസ് പ്രസിഡന്റ് UM അബ്ദുറഹ്മാൻ മുസലിയാരുടെ പ്രാർത്ഥന നടത്തിയാണ് യോഗം അവസാനിപ്പിച്ചത് എന്നാണ് വാർത്ത. എന്ന് വെച്ചാൽ യോഗം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനം മുഷാവറ യോഗം നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗിനെ എന്തിനെ പിന്തുണക്കുന്നു എന്ന ചോദ്യമാണ് എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. മുസ്ലിം ലീഗിനെ എതിർക്കുന്നവർ പറയുന്നത് സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായി നിൽക്കാൻ പാടില്ല എന്നാണ്. സമസ്തയ്ക്ക് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരമാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി നിൽക്കേണ്ട കാര്യമില്ല സമസ്തയ്ക്ക് എന്നാണ് മുസ്ലിം ലീഗിനെ എതിർക്കുന്നവർ പറയുന്നത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ അണികൾ പറയുന്നത് മുസ്ലിം ലീഗ് നമ്മുടെ രക്ഷകരാണ്, മുസ്ലിം ലീഗില്ലെങ്കിൽ സമസ്തക്ക് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംരക്ഷിക്കണം, മുസ്ലിം ലീഗിനോടൊപ്പം സമസ്ത നിൽക്കണം, സമസ്തയുടെ അണികൾ മുസ്ലിം ലീഗിന്റെ കൂടി അണികളാണ്, അതുകൊണ്ട് രണ്ടും ഒരേപോലെ മുന്നോട്ട് പോകണം എന്നാണ് മറുവിഭാഗം ലീഗിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഇവർ തമ്മിലുള്ള സംഘടനമാണ്. അതിലൊരു വിഭാഗം CPM-നെ അനുകൂലിക്കുന്നു എന്ന വാദവും ഉയർന്നു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ലീഗിനെ എതിർക്കുന്നത് CPM-നെ അനുകൂലിക്കുന്നവരാണ് എന്ന വാദമാണ് ഉയർന്നു വരുന്നത്. അതിൽ കാര്യവുമുണ്ട്. ഏതായാലും മുസ്ലിം ലീഗിനെ ചൊല്ലി അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായുള്ള ബന്ധത്തെ ചൊല്ലി സമസ്തയിൽ രണ്ട് വിഭാഗം രൂപപ്പെട്ടിരിക്കുന്നു, രണ്ട് ഗ്രൂപ്പ് രൂപപ്പെട്ടിരിക്കുന്നു. അത് സമസ്തയും കൊണ്ടേ പോകൂ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പിന്നീട് മാധ്യമം പറയുന്നു, കള്ളന്മാരാണ് എന്ന ഉമർ ഫൈസിയുടെ പരാമർശം യോഗത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി. താൻ എന്താണ് നിങ്ങളുടേത് മോഷ്ടിച്ചത് എന്നായിരുന്നു ബഹാവുദ്ദീൻ നദ്വിയുടെ ചോദ്യം. കള്ളം പറയുന്ന ആളുകളാണ് എന്നാണ് ഉദ്ദേശിച്ചത് എന്നായിരുന്നു ഉമർ ഫൈസിയുടെ മറുപടി. നിങ്ങളുടെ വിഷയങ്ങൾ ചർച്ച നടത്തിയപ്പോൾ നിങ്ങൾ മാറി നിന്നിട്ടില്ലല്ലോ എന്നും ഉമർ ഫൈസി ചോദിച്ചു. എന്നാൽ അന്ന് തന്നോട് മാറി നിൽക്കാൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നില്ലെന്നും പറഞ്ഞാൽ മാറി നിൽക്കുമായിരുന്നു എന്നുമായിരുന്നു ബഹാവുദ്ദീൻ നദ്വിയുടെ മറുപടി. ഇങ്ങനെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ നടന്ന ഏറ്റുമുട്ടൽ ഇടയാണ്, പരസ്പരമുണ്ടായ വാക്തർക്കത്തിന് ഇടയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗം അവസാനിപ്പിക്കാതെ ഇറങ്ങിപ്പോകേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ യോഗം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു സമസ്തയിൽ. തുടർന്ന് വൈസ് പ്രസിഡന്റ് UM അബ്ദുറഹ്മാൻ മുസലിയാർ പ്രാർത്ഥന നടത്തി യോഗം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് വാർത്ത. എന്ന് വെച്ചാൽ എന്താണ് സമസ്തയിൽ നടക്കുന്നത് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. സമസ്ത ഒരു പിളർപ്പിലേക്കാണ്, സമസ്ത രണ്ടായി പിരിയാൻ പോവുകയാണ് എന്ന് പറയുന്ന ആളുകളെ, എന്ന് സംശയിക്കുന്ന ആളുകളെ കുറ്റം പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് സമസ്തയിലെ കാര്യങ്ങൾ പോകുന്നത്. സമാന്തരമായി മുസ്ലിം ലീഗിനകത്തും വലിയ പൊട്ടിത്തെറി നടക്കുന്നു എന്നത് മറ്റൊരു വിഷയം. മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും അതേപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും എടുക്കുന്ന നിലപാടിനെ പൂർണ്ണമായി തള്ളി മറ്റൊരു ഗ്രൂപ്പ് ET മുഹമ്മദ് ബഷീർ,
KM ഷാജി എതിരെ പറയുന്നു. MK മുനീർ അടക്കമുള്ളവർ, KPA മജീദ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്ന കാഴ്ചയും നാം കണ്ടു. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനകത്തും വലിയ പൊട്ടിത്തെറി, അസ്വസ്ഥത ഉടലെടുക്കുന്നു എന്നർത്ഥം. ഇത് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ മാറ്റത്തിന് ഇടയാക്കുമോ എന്നതാണ് അറിയാനുള്ളത്. കാരണം സമസ്തയാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തി, മുസ്ലിം ലീഗാണ് UDFിൻ്റെ ശക്തി. മുസ്ലിം ലീഗില്ലെങ്കിൽ UDF ഇല്ല, കോൺഗ്രസ് ഇല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തയിലെ ഈ ഭിന്നിപ്പ് UDFിനെയും ഗുരുതരമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.